കർണാടകയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തുറന്ന സ്നേഹത്തിൻ്റെ കട എപ്പോൾ വേണമെങ്കിലും പൊളിയും അഥവാ പൂട്ടും എന്നൊരവസ്ഥയിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അവിടെ 2.5 വർഷം പൂർത്തിയായിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ കയറിയിട്ട്. അധികാരത്തിൽ കയറുമ്പോൾ സിദ്ധരാമയ്യയാണ് അന്ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റത്. 2.5 വർഷം തികയുമ്പോൾ സിദ്ധരാമയ്യ മാറിക്കൊടുക്കാമെന്നും പകരം കോൺഗ്രസിൻ്റെ കർണാടക PCC അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കാം എന്നുമായിരുന്നു ധാരണ. ആ ധാരണ പാലിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. DK ശിവകുമാറിനെ പിന്താങ്ങുന്ന അനേകം MLA മാർ കർണാടകയിൽ നമുക്കറിയാം മൃഗീയ ഭൂരിപക്ഷത്തിലാണ് അധികാരത്തിൽ കയറിയത്. BJPക്ക് അവിടെ 66 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ കോൺഗ്രസ് അവിടെ മൃഗീയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ കയറിയ ആ കോൺഗ്രസിലെ അനേകം MLA മാർ DK ശിവകുമാറിനെ പിന്തുണച്ചുകൊണ്ട് ഡൽഹിയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ആസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ 10ഓളം MLA മാർ കൂടി DK ശിവകുമാറിനെ പിന്തുണച്ചുകൊണ്ട് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അതായത് DK ശിവകുമാറിനെ പിന്തുണയ്ക്കുന്ന ഇക്ബാൽ ഹുസൈൻ, HC ബാലകൃഷ്ണൻ, മഹേഷ് തമന്നവർ, നയന മുടമ്മ, ശരത് ബെച്ചഗൌഡ, ആനന്ദ് കടലൂരു, ബസവരാജ് ശിവഗംഗ തുടങ്ങിയ MLA മാർ ഏതാനും ദിവസങ്ങളായി ഡൽഹിയിൽ തന്നെ തങ്ങുകയാണ്. അവർ ഹൈക്കമാൻഡിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തി വരുന്നു. ധാരണ പാലിക്കാൻ സിദ്ധരാമയ്യയോട് ഹൈക്കമാൻഡ് തന്നെ നിർദ്ദേശിക്കണം എന്ന്. എന്നാൽ ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് വളരെ മെല്ലെപ്പോക്ക് സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ വരാം. ഇപ്പോഴിതാ പുതുതായിട്ട് 10 MLA മാർ കൂടി ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ്. ഏതാണ്ട് 2-3 ദിവസം മുമ്പേ 100 MLA മാരെ ഡൽഹിയിൽ അണിനിരത്തി DK ശിവകുമാർ തൻ്റെ കരുത്ത് ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തി. അതായത് മുഖ്യമന്ത്രി സ്ഥാനം സിദ്ധരാമയ്യയിൽ നിന്ന് വാങ്ങി തനിക്ക് നൽകിയില്ലെങ്കിൽ കർണാടക കോൺഗ്രസിൽ താൻ പിളർപ്പുണ്ടാക്കും. 100-ലധികം MLA മാർ തന്നോടൊപ്പമുണ്ട്. താൻ അതുമായിട്ട് കർണാടക നിയമസഭയിലേക്ക് എത്തിയാൽ BJP തന്നെ പിന്തുണയ്ക്കും. താൻ മുഖ്യമന്ത്രിയാകും. കോൺഗ്രസിനുള്ളിലെ പിളർപ്പ് ഒഴിവാക്കണമെങ്കിൽ സിദ്ധരാമയ്യയെ മാറ്റി എന്നെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹം ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ച ആവശ്യം. ഹൈക്കമാൻഡ് ആകട്ടെ ചെകുത്താനും കടലിനും ഇടയ്ക്ക് പെട്ടതുപോലെയായി. കാരണം സിദ്ധരാമയ്യ ഉണ്ടെങ്കിൽ മാത്രമേ ദളിത് വോട്ടുകളും മുസ്ലിം വോട്ടുകളും കോൺഗ്രസിന് കിട്ടുകയുള്ളൂ. RSSനോട് കട്ടയ്ക്ക് അടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് സിദ്ധരാമയ്യ എന്ന് കോൺഗ്രസ് നേതൃത്വം ഹൈക്കമാൻഡ് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ മുസ്ലിങ്ങളുടെയും പിന്നാക്ക പട്ടികജാതി വിഭാഗങ്ങളുടെയും വോട്ടുകൾ സമാഹരിക്കാൻ സിദ്ധരാമയ്യയെ മുന്നിൽ നിർത്തുക എന്ന തന്ത്രമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പയറ്റിയത്. പക്ഷേ കർണാടകയിൽ കൃത്യമായി ഫണ്ട് എത്തിച്ചതും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതും വൊക്കലിംഗ സമുദായത്തിൻ്റെ വോട്ട് ബാങ്ക് പിടിച്ചു നിർത്തി അത് കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നതും ഒക്കെ DK ശിവകുമാറാണ്. അതുകൊണ്ട് തന്നെ DK ശിവകുമാറിനെ കോൺഗ്രസ് നേതൃത്വത്തിന് അങ്ങ് അവഗണിക്കാനാകില്ല. അദ്ദേഹത്തെ അവഗണിച്ചാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം ഒരു OBC വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ആൾ കൂടിയാണ് DK ശിവകുമാർ. ഇവിടെ നമുക്കറിയാം ലിംഗായത്തുകളും ഒക്കലിംഗ സമുദായവും ഇവർ തമ്മിലാണ് ഏറ്റവും നല്ല 2 വോട്ട് ബാങ്കുകൾ, വോട്ട് ഷെയർ കൈവശമുള്ള 2 സമുദായങ്ങളാണ് ഈ പറഞ്ഞ പോലെ ലിംഗായത്തുകളും ഒക്കലിംഗ സമുദായവും ഗൗഡ സമുദായവും. അവർക്ക് 2 പേരും ഇത് വെച്ച് 2 പാർട്ടികളോട് വിലപേശുകയാണ്. ലിംഗായത്തുകാർ അത് വെച്ച് BJPയോടും ഒക്കലിംഗക്കാർ തങ്ങളുടെ വോട്ട് ബാങ്ക് കാട്ടി കോൺഗ്രസിനോടും വിലപേശുകയാണ്. ഈ വിഭാഗത്തിൽ നിന്നുള്ള ആളെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ളതാണ് അതത് സമുദായങ്ങളുടെ ആവശ്യം. BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടും അതിനില്ല. കാരണം ലിംഗായത്ത് സമുദായത്തിൽപ്പെട്ട യെഡ്യൂരപ്പ BJPയുടെ കർണാടകയിലെ അനിഷേധ്യനായ നേതാവായിരുന്നു. ഇപ്പോൾ അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ BJPക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ട, യെഡ്യൂരപ്പയെ മുന്നിലേക്ക് നീക്കി നിർത്താൻ, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൈപിടിച്ചുയർത്താൻ BJPക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടിയിരുന്നില്ല. ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം യെഡ്യൂരപ്പയെ പോലെ
ഒരു പ്രതിച്ഛായയുള്ള ഒരു നേതാവ്, കർണാടകയിലെ BJPയെ ഒറ്റക്കെട്ടായിട്ട് നയിക്കാൻ കഴിയുന്ന ഒരു നേതാവ് ഇന്ന് BJPക്ക് കർണാടക BJPക്കുള്ളിൽ ഇല്ല, അല്ലെങ്കിൽ ചൂണ്ടിക്കാട്ടാൻ ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ അവർ ഒരു മികച്ച നേതാവിനെ ഒന്നുകിൽ ലിംഗായത്തിൽ സമുദായത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒക്കലിംഗ ഗൗഡ സമുദായത്തിൽ നിന്ന് ഒരു മികച്ച നേതാവിനെ അവർ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു നേതാവ് വന്നാൽ, യെദ്യൂരപ്പയുടെ മകനൊക്കെ ഇപ്പോൾ രംഗത്തുണ്ട്, അദ്ദേഹം കർണാടക BJPയുടെ അധ്യക്ഷനാണ്, ഒക്കെ ശരിയാണെങ്കിലും യെദ്യൂരപ്പയെ പോലെ ഒരു മികച്ച നേതാവാകാൻ, ഒരു ക്രൗഡ് പുള്ളറാകാൻ, വോട്ട് വാരിക്കൊണ്ടുവരുന്ന ഒരു നേതാവാകാൻ അദ്ദേഹത്തിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ കഴിവുള്ള DK ശിവകുമാർ BJPയിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ NDA മുന്നണിയിലേക്ക് വന്നാൽ അവർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഒരു ചുവടുകൂടി അവർ വയ്ക്കുകയാണ്. അത്തരത്തിൽ കോൺഗ്രസിനെ പിളർത്തി DK ശിവകുമാറിനെ പുറത്തു കൊണ്ടുവന്നാൽ ഈ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് കർണാടകയിലുള്ളത്. ഹൈക്കമാൻഡ് ആകട്ടെ ചെകുത്താനും കടലിനും ഇടയ്ക്ക് അകപ്പെട്ടതുപോലെ ആയിപ്പോയി. മല്ലികാർജുന ഖാർഗെ AICCയുടെ അധ്യക്ഷനാണ്, ഹൈക്കമാൻഡിൻ്റെ ഏറ്റവും ഉന്നതനായ ആളാണ്. അദ്ദേഹം പറയുന്നത് ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് ആലോചിച്ച് തീരുമാനമെടുക്കും എന്നാണ്. അദ്ദേഹം കൂടുതലായിട്ടൊന്നും തന്നെ വിശദീകരിക്കുന്നില്ല. ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. ഇവിടെ കാര്യം വളരെ വ്യക്തമാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡിനും ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. ആരെ തള്ളണം, ആരെ കൊള്ളണം, ആരെ ഇണക്കി നിർത്തണം, ആരെ പിണക്കി വിടണം. സിദ്ധരാമയ്യയെ പിണക്കി വിടണോ അതോ DK ശിവകുമാറിനെ പിണക്കി വിടണോ എന്നുള്ളതാണ് ചോദ്യം. സിദ്ധരാമയ്യയെ പിണക്കി വിട്ടാലും വലിയ കുഴപ്പമുണ്ടാകാൻ പോകുന്നില്ല. കാരണം അദ്ദേഹം BJPയിലേക്ക് പോവുകയോ NDA മുന്നണിയുമായിട്ട് സഹകരിക്കുകയോ ചെയ്യില്ല. അക്കാര്യത്തിൽ കോൺഗ്രസിന് ഉറപ്പുണ്ട്. പക്ഷേ DK ശിവകുമാർ അങ്ങനെയല്ല. DK ശിവകുമാറിനെ പിണക്കിയാൽ അത് അപകടമാണ്. അദ്ദേഹം കോൺഗ്രസിനെ പിളർത്തി നല്ലൊരു വിഭാഗം MLAമാരുമായിട്ട് BJPയിൽ ചേരുകയോ അല്ലെങ്കിൽ BJP നയിക്കുന്ന NDA മുന്നണിയുടെ ഭാഗമാകുകയോ ചെയ്യും. ഇത് കോൺഗ്രസ് ഹൈക്കമാൻഡിന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് അവർ DK ശിവകുമാറിനെ പിണക്കാതെ പരമാവധി വിട്ടുവീഴ്ചകൾ ചെയ്ത് ഒത്തൊരുമിപ്പിച്ചു പോകാൻ ശ്രമിക്കുന്നത്. പക്ഷേ സിദ്ധരാമയ്യ ഒട്ടും തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനും ഒക്കെ സിദ്ധരാമയ്യയുടെ പിൻഗാമി DK ശിവകുമാർ ആയിരിക്കില്ല എന്ന സന്ദേശമാണ് പൊതുവെ നൽകി വരുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിലും ജനങ്ങൾക്ക് മുന്നിലും. DK ശിവകുമാർ ആകട്ടെ ആ അഭിപ്രായങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്, ഹൈക്കമാൻഡിനെ പ്രതിസന്ധിയിലാക്കുന്നത്, മുൾമുനയിൽ നിർത്തുന്നത്. എന്തായാലും വരാൻ പോകുന്ന ദിവസങ്ങൾ കർണാടകയെ സംബന്ധിച്ചിടത്തോളം, കർണാടകയിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി ആയിരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. ആ വെല്ലുവിളിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? കർണാടക കോൺഗ്രസ് പിളരുമോ? അങ്ങനെ പിളർന്നാൽ DK ശിവകുമാറും സിദ്ധരാമയ്യയും രണ്ട് ചേരികളിലായിട്ട് നിന്നുകൊണ്ട് പരസ്പരം പോരടിക്കുമോ? DK ശിവകുമാർ BJPയുമായിട്ട് സഹകരിക്കുമോ? തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ വളരെ സജീവമായി കർണാടക രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർണാടകയിലെ രാഷ്ട്രീയ നിരീക്ഷകരും തെരഞ്ഞെടുപ്പ് വിദഗ്ധന്മാരുമൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരും മുന്നോട്ട് വെച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂലങ്കഷമായ ഒരു ചർച്ച നടത്തി ഒരു തീരുമാനത്തിലെത്താൻ മാത്രം മാധ്യമങ്ങൾക്കും കഴിയുന്നില്ല. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം കർണാടകയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. സ്നേഹത്തിൻ്റെ കട ഏതാണ്ടത് പൊട്ടിപ്പൊളിഞ്ഞു നിൽക്കുകയാണ്. ആ കടയിൽ വിൽക്കാൻ സാധനങ്ങളൊന്നുമില്ല. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കർണാടക മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് മുഴുവനും സൗജന്യം ഓഫർ ചെയ്ത് ആ സൗജന്യം കൊടുത്ത് സിദ്ധരാമയ്യ കർണാടകയെ മുടിപ്പിച്ച് മുണ്ടക്കോലെടുപ്പിച്ചു. കുത്തുപാള എടുക്കുന്ന അവസ്ഥയിലാണ് കർണാടക സർക്കാർ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി തുറന്ന സ്നേഹത്തിൻ്റെ കട എന്നേക്കുമായിട്ട് കർണാടകയിൽ പൂട്ടുമോ അതോ തട്ടിയും മുട്ടിയും ഒക്കെ വലിയ പരിക്കില്ലാതെ ഇങ്ങനെ അങ്ങ് കൊണ്ടുപോകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം.